കഴിയുമ്പോൾ ഈ ആള് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനോടൊപ്പം ചിതയിൽ ചാടി മരിക്കേണ്ട നിയമമാണ് സതി നിയമം. അങ്ങനെ ഗ്രഹാം സ്റ്റൈല് സുവിശേഷ പ്രഘോഷകൻ ഇതുപോലെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഓടി വരിക, കുറെ ആളും അതിന്റെ പിന്നാലെ. അദ്ദേഹം കാര്യം തിരക്കി. അവരാ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി. ഈ സുവിശേഷ പ്രഘോഷകൻ അവരെ അനുഗമിച്ചു ചെന്നപ്പോഴോ ഈ ഭർത്താവിന്റെ ചിതയിലേക്ക് ഈ പെൺകുട്ടിയുടെ തല മുണ്ടനം ചെയ്ത് മഞ്ഞളൊക്കെ തേച്ച് ആ ചിതയിലേക്ക് കെട്ടിയിട്ട് തീ കൊളുത്തി ആ ഭർത്താവിന്റെ ചിതയോടൊപ്പം എരിഞ്ഞ് കത്തി എരിഞ്ഞ് മരിക്കുന്ന ഒരു ദയനീയ അവസ്ഥ. ഈ സംഭവം കണ്ട് ഈ സുവിശേഷ പ്രഘോഷകന്റെ ഹൃദയം പിളർക്കപ്പെട്ടു. അദ്ദേഹം വളരെ വേദനിച്ചു. ഈ കിരാത നിയമത്തിനെതിരായിട്ട് അദ്ദേഹം ശബ്ദമുയർത്തി അതിനെതിരായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ രാജാം റാം മോഹൻ റായും കൂട്ടുചേർന്ന് ആ സതി നിയമം 1829 ബ്രിട്ടീഷ് ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തി ആ നിയമത്തെ നിർത്തലാക്കി. സതി നിയമം. അതുപോലെ നമ്മുടെ ഭാരതത്തില് 1568 നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരുടെ കീഴിൽ വേറിട്ട് കഴിയുന്ന കാലം. അത് നമ്മളെ ഭാഷ ഹിന്ദുസ്ഥാൻ ഭാഷ സംസാരിക്കുന്നു. അവിടെയാണ് വിദേശ സുവിശേഷ പ്രഘോഷകനായ ഫ്രഞ്ചുകാരൻ ഹെൻറി സാമുവൽ ഭാരതത്തിൽ സുവിശേഷം പറയുമ്പോൾ ഭാരതത്തിന്റെ ദേശീയ ഭാഷയായ ഹിന്ദി ഭാഷയെ ദേശീയ ഭാഷയാക്കി മാറ്റാൻ അതിനുവേണ്ട വ്യാകരണങ്ങളെല്ലാം നൽകി അതിനെ പോഷിപ്പിച്ചത് ഈ ഹെൻറി സാമുവൽ എന്ന സുവിശേഷ പ്രഘോഷകൻ, മിഷണറിയാണ്. ആ ദേശീയ ഭാഷ ഇന്ത്യ ദേശീയ ഭാഷയായതോടുകൂടി നമുക്കെല്ലാവരുമായി ആശയവിനിമയം നടത്താനും അത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൈവരിക്കാൻ ഈ ദേശീയ ഭാഷ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അതിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി ആഫ്രിക്കയിലെ ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യ അഭ്യസിച്ചപ്പോൾ അദ്ദേഹം ഉന്നത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ക്രൈസ്തവൻ വിദ്യാഭ്യാസത്തിലൂടെ നൽകുന്ന ഉന്നത മൂല്യങ്ങളും ഉയർന്ന സംസ്കാരവും. അപ്പൊ അതിന്റെ വെളിച്ചത്തില് ഈ ഗാന്ധിക്ക് ഭാരതത്തിലുള്ള എല്ലാ മനുഷ്യരെയും തന്റെ സഹോദരന്മാരായിട്ട് കാണാനും അങ്ങനെ ഭിന്നിച്ചും വേറിട്ട് നിന്നിരുന്ന ഈ